എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വച്ചിരുന്ന ഷെയറുകളാണ് ഇതെല്ലാം. ഇതിൽ ഏകദേശം 20 ഷെയർ ഉണ്ടായിരുന്നു. അതിൽ 10 ഷെയർ നല്ല രീതിയിൽ നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവറേജ് ട്രേഡ് എടുക്കാൻ പറ്റിയ ഷെയറുകളൊന്നും ഇല്ലായിരുന്നു. നോർമൽ ഒരു നല്ല പ്രീവിയസ് ഡേ ഹൈ R1 R2 ആ റേഞ്ചൊക്കെ പോയിട്ട് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റുന്ന ഷെയറുകളായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള ആസ്പിൻ വാൾ എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഷെയർ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ കേട്ടോ. ആസ്പിൻ വാൾ ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ കയറിപ്പോയി R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു. നമ്മളിവിടെ എൻട്രി എടുക്കുന്നത് ഇവിടെയാണ്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇറങ്ങി ഈ 339 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 316 ഏകദേശം 23 രൂപ. അതിനുശേഷം ലാസ്റ്റ് ആയപ്പോൾ 27-28 രൂപ പ്രോഫിറ്റ്. ആ ഷെയർ നല്ല പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് GNA എന്ന് പറയുന്ന ഷെയർ. GNA ഷെയർ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഹൈ അടിച്ചിട്ടില്ല, അടുത്ത് വരെ പോയി. ഇവിടെ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇതിനകത്ത് ചാൻസ് എടുക്കാമായിരുന്നു, എൻട്രി എടുക്കേണ്ടിയവർക്ക് എടുക്കാമായിരുന്നു. ഇതിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്. അതിനുശേഷം അലിക്കോ എന്ന് പറയുന്ന ഷെയർ. അലിക്കോൺ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡായി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുക്കും. 1019 റേഞ്ച് എൻട്രി എടുത്താൽ 975 44 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും ഡൗൺ ആയി 962 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 50-55 രൂപ പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തൻല സൊല്യൂഷൻ എന്ന് പറയുന്ന ഷെയർ. തൻല സൊല്യൂഷൻ ഫസ്റ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്താൽ 1211 എന്ന് 1176 ഏകദേശം 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് കയറി ജസ്റ്റ് ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുത്താൽ 1211 റേഞ്ച് എടുത്താൽ 1166 ഏകദേശം 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. 45-50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ടൈം വീണ്ടും കയറി ഇറങ്ങി. നമുക്ക് ഈ 2 ചാൻസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചാൻസ് എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്ലോസിങ് ആകാറായി. അതിനുശേഷം നമുക്ക് ഗുഫിക് ബയോ എന്ന് പറയുന്ന ഷെയർ. ഗുഫിക് ബയോ ഓപ്പണിങ് ഹൈ അടിച്ചു, ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ 353 റേഞ്ച് നിന്ന് 342 റേഞ്ച് വരെ വന്നിട്ടുണ്ട്. 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം RVNL എന്ന് പറയുന്ന ഷെയർ. RVNലും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചതിന് ശേഷം ഇറങ്ങി 203 എൻട്രി എടുത്തായിരുന്നെങ്കിൽ 198 ഏകദേശം 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും R1 വന്ന് വീണ്ടും ഇറങ്ങിപ്പോകുന്നു. വീണ്ടും ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. എൻട്രി എടുത്താൽ വീണ്ടും നമുക്ക് 4 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം NLC എന്ന് പറയുന്ന ഷെയർ, നെയ്വേലി ലിഗ്നൈറ്റ്. NLC പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുന്ന സമയത്ത് ഇവിടെ 231 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 228 ചെറിയ പ്രോഫിറ്റ്, 3 രൂപ പ്രോഫിറ്റ്. പിന്നെ ഇത് കട്ട് ചെയ്ത് മുകളിൽ കയറുമ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ നോക്കുക. R1 അടിച്ചു 236-37 രൂപ 36 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ
232. ഇവിടെ ഒരു 2-3 രൂപ, ഇവിടെ ഒരു 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് റിസ്ക് തീരെ കുറവാണ്. ഇവിടുത്തെ ആ സമയത്തെ ഹൈ എന്ന് പറഞ്ഞാൽ 233 നമ്മൾ എൻട്രി എടുക്കുന്നത് 231.5, 232, 1 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ ഇവിടെ. അതിനുശേഷം ഇന്ന് ഹെവി മൂവ്മെൻറ്റ് കാണിച്ച ഷെയറായിരുന്നു MSTC എന്ന് പറയുന്ന ഷെയർ. പ്രീവിയസ് ഹൈയുടെ അടുത്ത് ഓപ്പണായി നേരെ കയറി അങ്ങ് പോയി. 6.4 മുകളിൽ പോയതിന് ശേഷം തിരിച്ചിവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ഒരു 768-69 റേഞ്ച് എടുത്ത് നമ്മളിവിടെ ഒരു 777 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോകുന്ന ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ എന്ന് നോക്കണം. പോയില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മളിവിടെ വീണ്ടും എൻട്രി കൊടുക്കും. 768 റേഞ്ചിൽ കൊടുത്താൽ 741 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ഇത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു. അതിനുശേഷം വീണ്ടും ഹൈ അടിച്ചു. വീണ്ടും എൻട്രി എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ ചെറിയ പ്രോഫിറ്റാണ്. പക്ഷേങ്കിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അതിനുശേഷം യൂണിപാർട്ട് എന്ന് പറയുന്നത് ഷെയർ. യൂണിപാർട്ട് ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുത്തിട്ട് ഹൈ സ്റ്റോപ്പ് ലോസ് ഇടും. നമ്മുടെ എൻട്രി 606-607 റേഞ്ച് എടുത്താൽ 596, 10 രൂപ റേഞ്ച് വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങും. നമ്മളിവിടെ വീണ്ടും എൻട്രി എടുത്താൽ 606 റേഞ്ച് എടുത്താൽ നമുക്ക് ഒരു 6 രൂപ പിന്നെയും കാണിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോളോ സിന്ദൂരി എന്നത് ഇത് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി വന്നിട്ടായിരുന്നു. എനിക്കിതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. ഇത് ഓപ്പണിങ്ങിൽ വന്ന് R2 ടച്ച് ചെയ്തു ഇറങ്ങി. ഈ റേഞ്ചിൽ തന്നെ ഞാൻ എൻട്രി എടുത്തു. അല്ല, ഈ റേഞ്ചിലല്ല, ഞാൻ ഈ റേഞ്ചിലെടുത്തത്, താഴെയാണ് എടുത്തത്. ഇവിടുന്ന് ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 2627 അല്ലെങ്കിൽ 2620 റേഞ്ച് എടുത്താൽ അത് 2467 രൂപ, ഏകദേശം 150 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഷെയറിനകത്ത്. അതിനുശേഷം നെറ്റ്വർക്ക് 18 ഓപ്പണിങ്ങിൽ R1 മുകളിൽ ഓപ്പണായി R1 കട്ട് ചെയ്ത് താഴെ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. 26 എടുത്താൽ 20 രൂപ സംതിങ് വരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് കയറിപ്പോയി നമ്മളിവിടെ എങ്ങും എടുക്കത്തില്ല. നമ്മൾ ഈ റേഞ്ച് കട്ട് ചെയ്ത് മുകളിൽ പോയിട്ട് ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് ടൈമിൽ വീണ്ടും ഒരു ചാൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. വേറെ ഷെയറിനതൊക്കെ ചെറിയ ചാൻസുകൾ തന്നിട്ടുണ്ട്. നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെറിയ പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഇതധികം ഹൈയിൽ പോകാൻ തോന്നില്ല. ഈ R1 റേഞ്ചിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഇത് കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റിയുടെ പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം അടുത്താണ്. അതുപോലെ നിഫ്റ്റിയുടെയും ഇത് രണ്ടും തമ്മിൽ ഏകദേശം അടുത്താണ്. അപ്പോൾ ആ റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് നല്ല രീതിയിൽ കിട്ടും. പിന്നെ നമ്മൾ 21 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ 2 ഷെയർ ആവറേജ് എന്ന് താഴ്പ്പാൻ ചാൻസ് ഉള്ള ഷെയറാണ്. ബാക്കി ഷെയറുകളെല്ലാം നമുക്ക് ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ R1 R2 റേഞ്ചിൽ നിന്ന് താഴോട്ട് വരുവാണെങ്കിലോ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇന്ന് ഹെവി മൂവ്മെൻറ്റ് കാണിച്ച MSTC എന്ന് പറയുന്ന ഷെയർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഷെയർ ഇത് നാളെ ചിലപ്പോൾ ഈ ഒന്നുകിൽ ഈ R1 വരെ വന്നിട്ട് ഇറങ്ങുക, അതല്ലെങ്കിൽ 800 മുകളിൽ ജസ്റ്റ് ട്രേഡ് ആയിട്ട് 791 താഴോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ പിന്നെ ഈ ആവന്തിഫിയുടെ ഈ 500 മുകളിൽ പോയിട്ട് 499 കട്ട് ചെയ്ത് താഴെ പോകണമെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ R1 പോയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ ആവറേജ് റേറ്റ് ഇതാണ്. അതല്ലെങ്കിൽ ഒന്നുകിൽ
എൻ്റെ ഹൈ ഉണ്ടല്ല 1110, അതിൻ്റെ R1 1108, ഏകദേശം ഇത് അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ നാളത്തെ ട്രേഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നല്ല രീതിയിൽ നോക്കി ചെയ്യുക. ഹെവി മൂവ്മെൻറ്റ് വരുന്ന പോലെ കണ്ടാൽ ആ ഷെയറിൽ നിന്ന് മാറിക്കുക. ഹെവി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്ത് 5-6 രൂപ അല്ലെ 3-4 രൂപയൊക്കെ ഒരു സെക്കൻഡിൽ തന്നെ ജമ്പ് ചെയ്ത് പ്രൈസ് മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഷെയറിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റ് ഹോൾഡ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.